ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിലെ നിർണായകമായൊരു ദിവസമാണ് 2025 മെയ് 18. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന PSLV C61 ദൗത്യം നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് ഒരു നിമിഷം മങ്ങലേൽപ്പിച്ചു. EOA-09 എന്ന പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ISROയുടെ ശാസ്ത്രീയ മികവിന് ഇതൊരു പുതിയ പാഠമാണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ വിശ്വസ്തനായ പോരാളി. 1993 ആദ്യ വിക്ഷേപണത്തിലെ തിരിച്ചടിയിൽ തളരാതെ ISRO പാഠങ്ങൾ ഉൾക്കൊണ്ടു. തുടർന്ന് 100-ലധികം വിജയകരമായ വിക്ഷേപണങ്ങളുമായി ലോകത്തെ തന്നെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനങ്ങളിൽ ഒന്നായി PSLV മാറി. PSLV C61 ലക്ഷ്യമിട്ടത് EOA-09 എന്ന അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഭ്രമണ പാതയിൽ എത്തിക്കാനായിരുന്നു. 44.5 മീറ്റർ ഉയരവും 321 ടൺ ഭാരവുമുള്ള PSLV C61 4 ഘട്ടങ്ങളുള്ള ഒരു കരുത്തൻ റോക്കറ്റ് ആയിരുന്നു. 2025 മെയ് 18 രാവിലെ 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C61 ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ആദ്യ 2 ഘട്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതകരമായി തന്നെ വിജയിച്ചു. എന്നാൽ ഖരേന്ദ്രം ഉപയോഗിക്കുന്ന 3-ാം ഘട്ടം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചേംബർ പ്രഷറിൽ അപ്രതീക്ഷിതമായി കുറവ് അനുഭവപ്പെട്ടു. ഇതാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായതെന്ന് ISRO ചെയർമാൻ ശ്രീ V. നാരായണൻ അറിയിച്ചു. റോക്കറ്റിന്റെ പ്രപ്പോഷൻ സിസ്റ്റത്തിലെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഈ ചേംബർ പ്രഷർ കുറയൽ. ഖരേന്ദ്രം ഉപയോഗിക്കുന്ന മോട്ടറാണ് 3-ാം ഘട്ടത്തിന്റെ ഹൃദയം. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പിഴവ് പോലും ദൗത്യത്തെ പരാജയപ്പെടുത്താം. ഇന്ധന ചലനത്തിലുണ്ടായ തടസ്സം കാരണം റോക്കറ്റിന് ആവശ്യമായ ത്രസ്റ്റ് ലഭിക്കാതെ വരികയും ഉപഗ്രഹത്തിന് നിശ്ചിത ഭ്രമണ പാതയിലെത്താൻ കഴിയാതെ പോവുകയും ചെയ്തു. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പ്രപ്പോഷണൽ, സ്റ്റേജ് വേർപിരിയൽ അല്ലെങ്കിൽ ഗൈഡൻസ് സിസ്റ്റത്തിലെ പിഴവുകൾ കൊണ്ടാകാം. പരാജയ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ISRO ചെയർമാൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ടെലിമെട്രി, ഫ്ലൈറ്റ് ഡേറ്റ എന്നിവ വിശദമായി പരിശോധിച്ച് ഒരു വിദഗ്ധ സമിതി പരാജയ കാരണം കണ്ടെത്തും എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. EOA-09 ഉപഗ്രഹത്തിന്റെ നഷ്ടം തീർച്ചയായും വലുതാണ്. സിന്തറ്റിക് അപ്രോച്ച് റഡാർ സാങ്കേതിക വിദ്യയിലൂടെ ഏത് കാലാവസ്ഥയിലും രാവും പകലും ഒരേപോലെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ഈ ഉപഗ്രഹത്തിന് കഴിയുമായിരുന്നു. കൃത്യമായ കൃഷിരീതികൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, പ്രകൃതി വിഭവങ്ങളുടെ കണക്കെടുപ്പ്, അതിർത്തി നിരീക്ഷണം എന്നിവയിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇത് സഹായിക്കുമായിരുന്നു. ചന്ദ്രയാനും മംഗൾയാനും ഉൾപ്പെടെ നിരവധി വിജയകരമായ ദൗത്യങ്ങളിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്ഥാപനമാണ് ISRO. PSLV C61 ദൗത്യം പരാജയപ്പെട്ടെങ്കിലും ISROയുടെ ആത്മവിശ്വാസത്തിനും ശാസ്ത്രീയ ഗവേഷണങ്ങളും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഓരോ പരാജയവും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കുമുള്ള ഊർജമാണ് നൽകുന്നത്. ISRO ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മൾ ശക്തമായി തിരിച്ചു വരും. PSLV C61 ദൗത്യത്തിന്റെ പരാജയം ഒരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗം പുതിയ ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും.